സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ 8ാം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ആകാംക്ഷ ചൂഷണം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇവരുടെ നീക്കം. 8ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിനിടെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും കേന്ദ്രീകരിച്ച് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ സജീവമെന്നാണ് റിപ്പോർട്ടുകൾ. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ ആകാംക്ഷ ചൂഷണം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇവരുടെ നീക്കമെന്നാണ് വിവരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇടയിൽ ശമ്പള വർധനവിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതോടെയാണ് വ്യാജ സന്ദേശങ്ങളും ലിങ്കുകളും വ്യാപകമാകുന്നത്. ശമ്പള പരിഷ്കരണത്തിന് ശേഷമുള്ള പുതിയ ശമ്പളം കണക്കാക്കാമെന്ന വ്യാജേന വാട്സ്ആപ്പ് വഴിയും മറ്റും പ്രചരിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നത് വലിയ അപകടത്തിന് വഴിവെക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരം അനധികൃത ലിങ്കുകൾ വഴി വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് രേഖകളും ചോരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ തന്നെ ജീവനക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ലഭിക്കുന്ന വർധനവ് അറിയാനെന്ന വ്യാജേന വാട്സ്ആപ്പിലൂടെ പ്രചരിക്കുന്ന ലിങ്കുകളോ ഫയലുകളോ ഡൗൺലോഡ് ചെയ്യരുതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ദോസ് നൽകുന്ന മുന്നറിയിപ്പ്. ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് സർക്കാർ ജീവനക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശമ്പളം കണക്കുകൂട്ടാൻ സഹായിക്കുന്ന ആപ്പ് എന്ന വ്യാജേന ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇത്തരം സന്ദേശങ്ങളിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഫയൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നിമിഷം ഫോൺ ഹാക്ക് ചെയ്യപ്പെടും. പിന്നാലെ ബാങ്ക് വിവരങ്ങൾ, OTP, സ്വകാര്യ സന്ദേശങ്ങൾ എന്നിവയടക്കം ചോർത്താൻ ഇതിലൂടെ സാധിക്കും. തട്ടിപ്പ് സംഘങ്ങൾ ജീവനക്കാരുടെ ആകാംക്ഷയെയാണ് ആയുധമാക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.